ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ഫൈനലി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ എൻ്റെ പണികളൊക്കെ ഏകദേശം തീരാറായി. അത് കറി അടുപ്പത്ത് വെച്ചേക്കുന്ന രസമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ണിക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ. പിന്നെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പുറം ഞാൻ വാഴയ്ക്ക് അരിഞ്ഞു വെച്ചേക്കുന്നു, വാഴയ്ക്ക് മെഴുക്കുവരട്ടിക്ക് വേണ്ടി. അപ്പോൾ അത് മെഴുക്കുവരട്ടിയാക്കാൻ വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഒന്നും പറയണ്ട. ചേട്ടൻ എന്തിയേ? ചേട്ടന് സ്വിമ്മിംഗ് പൂളിൽ പോയി. അച്ഛനോ? അച്ഛനും സ്വിമ്മിംഗ് പൂളിൽ പോയി. ഓക്കേ. മോളെന്തെടുക്കുക? കളിക്കുവാ. രാവിലെ അപ്പോൾ അവലും പഴവും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു. അവർ സ്വിമ്മിങ് കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ വേഗം നാക്കി കുഴച്ച് വെക്കുകയാണെങ്കിൽ അവന് കഴിക്കാൻ എളുപ്പമുണ്ടല്ലോ. ചില ദിവസം അവൻ അച്ഛൻ വാരി കൊടുക്കും, അല്ലെങ്കിൽ അവൻ തന്നെ കഴിച്ചോളൂ കേട്ടോ. ഉരുളയാക്കി വെച്ച് കൊടുത്താൽ മതിയേ. ഇന്ന് അച്ഛൻ വാരി കൊടുക്കുവാണ്, കാരണം ഞാൻ അയൺ ചെയ്തിട്ടായിരുന്നു യൂണിഫോമൊക്കെ. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരുടെയും കുളി അത് കഴിഞ്ഞിട്ടാവാൻ വേണ്ടിയിട്ട് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവൻ വേഗം കഴിച്ചോളും കേട്ടോ, അവനങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെ ഏകദേശം എല്ലാം കഴിച്ചോളും. പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വഴക്ക് തെച്ച് കുട്ടിക്ക് എപ്പോഴും മേത്ത് തൊട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ രണ്ടുപേരും കൂടെ വഴക്കാവും. ആകെ അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ ഉണ്ണി റെഡിയായി വന്നു സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി. അപ്പോൾ TV വെച്ചേക്കുന്നു. രാവിലെ ചില ദിവസങ്ങളിലേ TV വെക്കാറുള്ളൂ, അല്ലെങ്കിൽ TV കാണാനുള്ള ടൈം അവന് കിട്ടില്ല. കാരണം സ്കൂൾ വണ്ടി വരുമല്ലോ, 8 മണിയാകുമ്പോഴേക്കും വരും, 8:10 ആകുമ്പോഴേക്കും. അപ്പോൾ തെച്ചുകുട്ടി തന്നെ അവളുടെ ടോയൊക്കെ എടുത്ത് കളിക്കുവാണ് കേട്ടോ. അത് തന്നെ കളിച്ചോളും. പിന്നെ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാം വലിച്ചു നിരത്തും. അപ്പോൾ അതിനങ്ങ് നമ്മൾ സമ്മതിച്ചേക്കാമെങ്കിൽ ആൾ തന്നെ കുറേ നേരമൊക്കെ കളിച്ചോളും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മളെ ശല്യപ്പെടുത്താനായിട്ട് അധികം വരില്ല. പിന്നെ തെച്ചുവിൻ്റെ ബോർഡാണത്, നിറയെ കുനുകുനാന്ന് എഴുതി വെച്ചേക്കുവാണേ അവിടെ. എന്നിട്ട് അതിൽ നോക്കി പഠിപ്പിക്കും ഞങ്ങളെ. അച്ഛനെയും അമ്മേനെയും ചേട്ടനെയൊക്കെ ഇരുത്തി പഠിപ്പിക്കലാണ് പരിപാടി ആളുടെ. ആദ്യം നമ്മൾ സമ്മതിക്കില്ലായിരുന്നു, പിന്നെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ഓർത്തിട്ട് സമ്മതിച്ചു കൊടുത്തേക്കണേണ്. ചുമ്മാ വട്ടം വരച്ചു വെച്ചേക്കണേണ് കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് റാ കണ്ടുപിടിച്ചെടുത്ത് പറയുന്നതാണ്, ഞാൻ റാ എഴുതിയിട്ടുണ്ട്, രായും എഴുതിയിട്ടുണ്ടെന്ന്. ഇത് തലേ ദിവസം വൈകുന്നേരത്തെയാണ് കേട്ടോ. ഞാൻ ഈവനിങ് ആയപ്പം ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഞാൻ എണ്ണ കാച്ചാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ കാച്ചാനുള്ള സാധനങ്ങൾ അവന് ഇഷ്ടമാണ്, അതൊക്കെ പറിച്ച് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രം എടുത്തപ്പോഴേക്കും ഞാൻ പറിച്ചോളാം എന്ന് പറഞ്ഞ് പോയേക്കണേണ്. അപ്പോൾ മൈലാഞ്ചിയിലയാണ് പറിക്കുന്നത് നിന്നിട്ട്. ഞാൻ എണ്ണ കാച്ചുന്ന ഈ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഇവർക്ക് യൂസ് ചെയ്യുന്ന എണ്ണ കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇതുപോലെ 2 അരളിപ്പൂവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ കാണുന്നതാണ്. കുറച്ച് ഉലുവ വേണം, പിന്നെ നമുക്ക് പനിക്കൂർക്ക ഇലയുണ്ട്. അതുപോലെ തന്നെ പനിക്കൂർക്ക ഇല നല്ല വെള്ളമായിട്ടിരിക്കുന്നത് എല്ലാ ദിവസവും നനച്ച് കൊടുക്കും കേട്ടോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ വേനൽക്കാലത്ത് ഇങ്ങനെ ഇരിക്കില്ലല്ലോ. ചെറിയ ഉള്ളി, പിന്നെ നമ്മുടെ മൈലാഞ്ചിയുടെ ഇല, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് തുളസി ഇല, ഇത്രയാണ്. അപ്പോൾ ഞാൻ ഓയിൽ ഉണ്ടാക്കാൻ തുടങ്ങി. രാവിലെ എൻ്റെ ബാക്കി പണിയൊക്കെ തീർത്ത് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഓയിൽ ഉണ്ടാക്കുവാണ്. ഇപ്പോൾ ഇവിടെ ഹെയർ ഓയിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാച്ചിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നീലയമരിയുടെ പൊടിയാണ് കേട്ടോ. കാണിച്ച സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ സാധാ നല്ല വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്തിട്ട് എല്ലാം ഒന്ന് ചതച്ചെടുക്കുക, കാരണം നല്ലപോലെ അതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ നീലയമരിയാണ് കേട്ടോ. നീലയമരിയുടെ പൊടി ഞങ്ങൾക്ക് 2 പേർക്കും മാത്രം, എനിക്ക് ഹസ്ബൻഡിന് മാത്രമേ എടുക്കുകയുള്ളൂ. കുട്ടികൾക്ക് അത് യൂസ് ചെയ്യാറില്ല, കാരണം കുറച്ച് തണുപ്പുണ്ടല്ലോ. പിന്നെ
ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചേക്കുന്നതിൽ നിന്ന് അവർക്ക് തേച്ച് കൊടുക്കും. ഇത് നമ്മുടെ കഴിഞ്ഞ ഒരു ബോട്ടിലാണ് നീലിയാമരി. ഈ പച്ച ഇത് ഇലയിട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാണല്ലോ ആവുന്നത് പൊടി. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. ഇത് ശാന്തിഗിരിയുടെയാണ് നമ്മൾ വാങ്ങിച്ചായിരുന്നത്. അപ്പോൾ അത് ഏകദേശം എന്തെങ്കിലും നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതെല്ലാം അതിനകത്തേക്ക് മൊരിഞ്ഞു പിടിക്കണം. നല്ല മുരുവരാന്നാവില്ലേ, അപ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് ഇട്ട് തിളപ്പിച്ച് ഇതാക്കണ്ട. എന്നാൽ ഈ ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ ഒന്ന് വേവണം. അതിനകത്ത് കിടന്ന് നല്ല വെയിലാണ് പുറത്ത്. രാവിലെ തന്നെയാണിത്, നല്ല വെയിലായിട്ടുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ 9:30 കഴിഞ്ഞു. ഞാൻ എണ്ണ ഒക്കെ കാച്ചി അത് ഓഫാക്കി അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. അപ്പോൾ ഇനി അടുത്ത ഒരു പണിയുള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരു വാഴക്കൊല വെട്ടിയതാണ്. അവിടെ കുറേ വാഴക്കൊല ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പം ഏത്തക്കായ ഒരെണ്ണം പഴുത്തു തുടങ്ങി. അപ്പം ഇനി വേഗം തന്നെ അത് കുറച്ച് ചിപ്സ് ഉണ്ടാക്കണം എനിക്കിന്ന്. പിന്നെ 2 എണ്ണം ഞാൻ അതിൽ നിന്ന് എടുത്താണ് ഇന്ന് മെഴുക്കുവരട്ടിക്ക് രാവിലെ എടുത്തത് കേട്ടോ. അപ്പം നമുക്ക് വാഴയ്ക്കയും അതുപോലെ വാഴക്കൂമ്പും വാഴക്കാമ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുക്കാം. അപ്പോൾ ഓയിലിൻ്റെ കാര്യം കഴിഞ്ഞു. അത് തിളച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ അടുപ്പത്ത് വെച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അടുപ്പത്തുനിന്ന് തീ ഓഫാക്കി കഴിഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചേക്കാതെ അത് വാങ്ങിയെടുത്ത് താഴേക്ക് വെച്ചു കേട്ടോ. കാരണം അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ചിലപ്പോൾ അത് പറ്റിപ്പോവും. 10 മണിയാവാറായേ. 10 മണിക്ക് എനിക്ക് യോഗയുണ്ട് കേട്ടോ. 10 തൊട്ട് 11 വരെ എൻ്റെ യോഗ സമയമാണ്. അപ്പം ഞാൻ ഈ മാറ്റി വിരിച്ചിട്ടു. ഇത് ഇവിടെ വീട്ടിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഞാൻ സാധാരണ ഷോപ്പിലായിരിക്കും ഈ സമയത്ത്. യോഗ കഴിഞ്ഞു. 10:58 കഴിഞ്ഞു കേട്ടോ. ഇത് കുറച്ച് സ്ലോ ആണ് കഴിഞ്ഞു. അപ്പം വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒന്ന് പതുക്കെ ഡിസ്റ്റർബ് ചെയ്യാനൊക്കെ വന്നു. കളിച്ചു മടുത്തപ്പോൾ പാവം. പിന്നെ ഞാൻ TV വെച്ച് കൊടുത്തു. വെച്ചിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പരിശോധിക്കണേ. ലച്ചുകുട്ടി ഫുഡ് കഴിക്കാനായിട്ട് പോവാ. എനിക്ക് കറി എന്ന് പറഞ്ഞേ, എന്താ മോളുടെ കറി? അത് അവിയലിലെ ക്യാരറ്റ്. പിന്നെ അതല്ല അവിയൽ, അത് ക്യാരറ്റ് അല്ലേ, അത് അവിയൽ. മറ്റേത് വാഴയ്ക്ക. പിന്നെ എന്നാ കറി? ഓക്കെ, ഇത്രയാണ് തെച്ചുകുട്ടൻ്റെ കറി അല്ലേ? ചോറ് കഴിക്കണേ. ഫുള്ള് കഴിക്കുമോ? ഓക്കെ. ഇനി അമ്മയുടെ കറി ഇത് രസം, അവിയൽ, വാഴയ്ക്ക മെഴുക്കുവരട്ടി, ചോറ്. അപ്പോൾ വൈകുന്നേരമായ ഓയിലൊക്കെ തണുത്ത് എല്ലാം ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അത് കുപ്പിയിലേക്ക് മാറ്റുവാണ് കേട്ടോ. ഞാൻ കുറച്ച് നീലാമരിയുടെ പൗഡർ അവിടെ എടുത്തിട്ടിട്ടുണ്ട്. അത് കുപ്പിയിലേക്ക് ഞാൻ എടുത്തിടും കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ വെച്ചിട്ടുണ്ട്. വൈകുന്നേരം കേട്ടോ മോനൊക്കെ വന്നേ. ചില ദിവസങ്ങളിൽ ഞാൻ ഇതുപോലെ ചായ കുടിക്കും കേട്ടോ. അപ്പോൾ കുപ്പിയിലാക്കി വെച്ചു. ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് പൊടിയും കൂടെ ഞാൻ എടുത്തിടും കൈ വെച്ചിട്ട്. പിന്നെ അടുത്ത പിള്ളേരുടെ കുപ്പിയിലാക്കി വെക്കണേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞെക്കി എടുക്കാൻ പറ്റുന്ന ടൈപ്പ് കുപ്പിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് മിക്കപ്പോഴും ഞാനാണ് ഓയിൽ തേച്ച് കൊടുക്കുന്നത് വൈകുന്നേരം കുളിക്കുമ്പോൾ. ചിലപ്പോൾ അവർ എടുക്കും. അപ്പോൾ ഇങ്ങനത്തെ കുപ്പി അല്ലാത്ത കുപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കമത്തി എടുത്ത് മുഴുവൻ പോകും. ഇതാകുമ്പോൾ ഞെക്കി എടുത്താൽ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വൈകുന്നേരം വേറെ എനിക്കൊരു പണി കൂടെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പണി ചെയ്തായിരുന്നു കേട്ടോ. ഇത് മീൻ കൊണ്ടുവന്നു ഉച്ചയ്ക്ക്. ഞങ്ങൾ ചോറുണ്ട് കഴിഞ്ഞാണ്. അപ്പോൾ അത് വെള്ളച്ചൂരയായിരുന്നു ഒരെണ്ണം. അപ്പോൾ അത് അവർ ഓൾറെഡി കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഒന്നും കൂടെ ചെറിയ പീസൊക്കെ ആക്കി കഴുകി വൃത്തിയാക്കി അതിനകത്ത് വെച്ചു. പിന്നെ ഇത് ക്ലീൻ ചെയ്യാത്തതായിരുന്നു കൊണ്ടുവന്നത്. എന്നും ക്ലീൻ ചെയ്താൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തു. അത്രയും ക്ലീൻ ചെയ്തപ്പോഴേക്കും ഞാൻ മടുത്തു കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ളത് ക്ലീൻ ചെയ്യാൻ വെച്ചേക്കുന്നത്. ഇതിനിപ്പോൾ എനിക്ക് അടുത്ത വൈകുന്നേരം ബാക്കി പണിയുണ്ടേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം കേട്ടോ. കുറേ പേര് ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചിരുന്നു. താങ്ക് യു.